നമസ്കാരം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഞാനിത് ടെറസിൻ്റെ മുകളിൽ നട്ട പുളിവെണ്ടയാണ്. അപ്പോൾ ഇത് എനിക്കൊരു ഗ്രൂപ്പിൽ നിന്നൊരു 4 വിത്ത് കിട്ടിയിരുന്നു, മൊത്തം 4. അതിലൊന്ന് ഞാൻ വേനൽക്കാണിത് കിട്ടിയത്, കഴിഞ്ഞ വേനലിൽ വേനലിൽ ഞാൻ നട്ടു. അത് ഒന്നിട്ട് വളർന്നിട്ട് ചെറിയ ഒരു തൈയായി വരുമ്പോഴേക്കും അത് കേടന്നു പോയി. അപ്പോൾ വേനലിൽ ഇത് പിടിച്ച് കിട്ടൂല നട്ടാൽ, അത് മനസ്സിലായി. പിന്നെ ഈ ജൂൺ ഫസ്റ്റൊക്കെ ആയിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു, അതിൽ വഴുതന നട്ടൊരു ബക്കറ്റായിരുന്നു സത്യത്തിലത്. അപ്പോൾ ഞാനതിൽ വെറുതെ അത് ഇനി ഉണ്ടാകുമോ ഇല്ലയെന്ന് അറിയില്ല, അപ്പോൾ വെറുതെ കൊണ്ടുപോയിട്ടതാണ്. അപ്പോൾ അത് പൊട്ടി മുളച്ചുണ്ടായി. അപ്പോൾ വിത്ത് നല്ല വിത്താണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഇത് വളരാൻ തുടങ്ങി, സൈഡിലേക്ക് ബ്രാഞ്ചൊക്കെ വരാൻ തുടങ്ങി, നന്നായിട്ട് ഇലയൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നി. ഇത് ചെറുപ്പകാലത്തിൽ വീട്ടിലുണ്ടായിരുന്നു, അന്ന് പറമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്, തൊടിയിലൊക്കെ ഉണ്ടായിരുന്നു, തൊടിയിലും പറമ്പിലൊക്കെ ആയിട്ട്. അത് ഇത്രയൊന്നും വലിപ്പം വെച്ചത് കണ്ടിട്ടില്ല. അതൊക്കെ ഒരു കുറഞ്ഞൊരു ഉയരത്തിൽ വന്നിട്ട് അതിൽ നിറയെ കായ്കളുണ്ടായിരുന്നു. ഈ ഒരു വലിപ്പത്തിൽ കണ്ടിട്ടില്ല ഇത്. അപ്പം ഞാനിതിനെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കും, എന്താകണെന്ന്. അപ്പോൾ ഇതിതാ വളർന്ന് ഇതാ ഈ ലെവലിലെത്തി. സത്യത്തിൽ ആ 20 ലിറ്ററിൻ്റെ ബക്കറ്റിൽ ഇത് ഇത്രയധികം വളരുന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാനതിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ ഒരു പുഴു വന്നപ്പോൾ, തൊപ്പപ്പുഴു വന്നപ്പോൾ, ഇതിവിടെ അടത്താപ്പ് കാച്ചിലൊക്കെ നട്ടിരുന്നു. അപ്പോൾ അതിന് മൊത്തം തൊപ്പപ്പുഴു കയറി അറ്റാക്ക് ചെയ്തപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇത് കീടനാശിനി ഒന്ന് തളിച്ചു കൊടുത്തതാണ്. വേറെ രാസവളങ്ങളൊന്നും ഇതിനിട്ടിട്ടില്ല. നട്ടപ്പോൾ അതിൽ മണ്ണ്, മണൽ, ചാണകപ്പൊടി, ആ വഴുതന നട്ടൊരു കാലി പാത്രമായിരുന്നു, അതിൽ മണ്ണ് ആ പഴയ മണ്ണ് തന്നെ ആയിരുന്നു, അതിലേക്ക് തന്നെയാണ് നട്ടത്. അതിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഗ്രോത്തുകൾ കൂടി വരാൻ തുടങ്ങി. സൈഡ് ബ്രാഞ്ച് ഇതിങ്ങനെ പൊട്ടി മുളച്ച് ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി എല്ലായിടത്തും. അപ്പോൾ എനിക്കും തന്നെ ഇത് അത്ഭുതമായി. ഇത് കുറേ ഒരു ചെറിയ പ്രായത്തിൽ കണ്ടതല്ലേ, ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ ആകുമ്പോൾ കണ്ടതല്ലേ. ഇതാ ഞാൻ പിന്നെ കുറച്ച് വെണ്ണീര് അതിനിട്ട് കൊടുത്തു. ഇത് ശരിക്കും നല്ല ഒരു വണ്ണം വെച്ചിട്ടുണ്ട്, അടിഭാഗത്തൊക്കെ നല്ല ശക്തിയിൽ വളരുന്നൊരു ചെടിയാണ് സംഭവത്തിൽ. അപ്പോൾ പൂവൊക്കെ ഇട്ടു. ഇതിൻ്റെ പൂവ് കിട്ടാൻ വേണ്ടി ഞാൻ കുറേ നോക്കി, പൂവ് വിരിയുന്നത്. പക്ഷേ പൂവ് വിരിയുന്നുണ്ട്, അത് എവിടെയാണ് വിരിയുന്നത്, എപ്പോഴാണ് വിരിയുന്നതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കായ ഉണ്ടാകാൻ തുടങ്ങി. ഇത് ഞാൻ എന്ന് കായ ഉണ്ടാവുമെന്ന് കരുതി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതൊരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇതിൽ കായൊക്കെ ഉണ്ടായത്. പൂവ് വിരിഞ്ഞ് നിൽക്കുന്നത് കുറേ നോക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ എനിക്കത് കിട്ടിയില്ല. പിന്നെ രാത്രി ഞാൻ നോക്കി, രാത്രി എടുക്കാൻ വേണ്ടിയിട്ട്, രാത്രിയും കിട്ടിയില്ല. കണ്ടത് ഇത്രത്തോളം ഗ്രോത്ത് വന്നിട്ടുണ്ട് സൈഡിലേക്കൊക്കെ. അപ്പോൾ ഈ സമയത്താണ് ഇത് രാത്രി എടുത്ത വീഡിയോ ആണ്. അതിൽ തന്നെ പൂവുണ്ട്, പക്ഷെ അത് ഇങ്ങനെ ചുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ സമയത്താണ് ഇത് പൂക്കുന്നത്. ഒക്ടോബർ നവംബർ മാസത്തിൽ ഇത് പൂവിടും, പൂവിട്ടിട്ട് കായുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ ചായ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്, റോസല്ലി ചായ. അപ്പോൾ ഇതിന് വമ്പ മാർക്കറ്റാണ്. പിന്നെ ഇത് കൊളസ്ട്രോള്, ഷുഗർ അതിനൊക്കെ പ്രതിരോധിക്കും ശരീരത്തിലെ. ഇതിൻ്റെ ഇല തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാം. ഇതിൻ്റെ അല്ലി പൊടിച്ചെടുത്തിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. പിന്നെ ശരീരത്തിൽ നീർക്കെട്ട്, ശരീരവേദന ഇതൊക്കെ പോകാൻ നല്ലതാണ്. ഇതിൻ്റെ ഇല തോരൻ വെക്കാൻ പറ്റും, തോരന് ഒക്കെ വെക്കാം, നമ്മൾ ചീര വെക്കുന്ന പോലെ. ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ല രസമുണ്ട്, ടേസ്റ്റ് ഉണ്ട്. പരിപ്പിട്ടിട്ടാണ് വെച്ചത്. പിന്നെ രക്തക്കുറവുള്ളവർക്കൊക്കെ നല്ലതാണ്, ഈ അനീമിയ ഒക്കെ ബാധിച്ചവർക്കൊക്കെ നല്ലതാണ് ഇതിൻ്റെ ചായ കുടിക്കുന്നതും. അതുപോലെ തന്നെ ഇലയൊക്കെ തോരൻ വെച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അച്ചാറിടാൻ പറ്റും, പുളിയിഞ്ചി ഉണ്ടാക്കാൻ പറ്റും, ചമ്മന്തി ഒക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇത് ഗൂഗിളിലും അതുപോലെ തന്നെ
യൂട്യൂബിലൊക്കെ വേറെ വീഡിയോസൊക്കെ ഉണ്ട് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഞാനും പറയാം. ഇതിൽ കാൽസ്യം ഉണ്ട്, അന്നജം, വൈറ്റമിൻ സി, മാംസ്യം ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സസ്യം തന്നെയാണ് ഈ പുളിവണ്ട. പിന്നെ വയറുവേദനയ്ക്ക് ഇതിൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ വയറുവേദനയൊക്കെ പോയി കിട്ടും. ഇത് 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഉണക്കി പൊടിച്ചിട്ട് ചായ കുടിക്കാൻ പറ്റുന്നതാണ്, നല്ലതാണെന്നാണ് പറയുന്നത്. ശരീര ഉന്മേഷത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ആസ്മ, ചുമ എന്നിവയ്ക്ക് ഇത് നല്ലൊരു ഉത്തമമായ ഒരു സാധനമാണ്. ഇതിൻ്റെ കായ് ഏറ്റവും നല്ല ഉത്തമമാണ്. അങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ. കുറേ വിവരങ്ങൾ ഇനിയുണ്ട്. അപ്പോൾ അത് യൂട്യൂബിലോ വേറെ വീഡിയോസ് ഉണ്ടാവും, സെർച്ച് ചെയ്താൽ കിട്ടും, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇതിൽ നിസ്സാരക്കാരനല്ല സംഭവത്തിൽ. ഞാനിത് ഇത്രയും ഔഷധ ഗുണം ഇത്രയും സംഭവമാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിത് ഇനി ഉണക്കി പൊടിക്കണം. തീർച്ചയായിട്ടും വിളവെടുക്കുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് ഉണക്കി പൊടിച്ചിട്ട് ഇതേപോലെ ചായ കുടിക്കാൻ ഉള്ള പരിപാടിയാണ് അടുത്തത്. പിന്നെ ഇതിൻ്റെ വിത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും വെച്ചത്. ഇത് എന്നാൽ ഇനി വിത്താകുക എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വിത്ത് ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ എല്ലാവരും ഒരു ബക്കറ്റിൽ 20 ലിറ്ററിൻ്റെ ബക്കറ്റിൽ ഇതേപോലെ ഈ ചെടി നട്ട് പിടിപ്പിച്ചാൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും പറ്റും, നമുക്ക് വീട്ടിൽ ഉണ്ടാവും ചെയ്യും. ഇത് കാണാൻ നല്ലൊരു രസമാണ്. ഇതിങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ മണ്ണിൽ നടാൻ പറ്റും. ഞാനിവിടെ മണ്ണിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ടെറസിൻ്റെ മുകളിലൊരു ബക്കറ്റിൽ വെറുതെ കൊണ്ടുപോയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി പിന്നെ വരാം.